എത്തിയിട്ട് അപ്പൊ എന്തൊക്കെ ജോലികളാണ് ചെയ്തിട്ടുണ്ട്? ഞാൻ അവിടെ ആദ്യം പോയത് പെട്രോൾ പമ്പിൽ ജോലിക്കായിരുന്നു. അവിടെ ഷെല്ലിൻ്റെ ഒരു കമ്പനിയിൽ ഒരു പെട്രോളിൻ്റെ ഇതായിരുന്നു, സെൻട്രൽ മാനേജറിൻ്റെ അസിസ്റ്റന്റ് മാനേജറൊക്കെ ആയിട്ടായിരുന്നു ഇറങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ബസ്സിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ബസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബസ്സിന് ഡ്രൈവിങ്. അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഡബിൾ ഡെക്കർ ബസ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ KSRTCയിലായിരുന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഡബിൾ ഡെക്കർ ഉണ്ടായിരുന്നു. പിന്നെ അത് നിർത്തി സർവീസ്. അപ്പോൾ അതെന്നും എന്നെ സംബന്ധിച്ചുള്ള എനിക്കിങ്ങനെ ഞാൻ കണ്ടിരുന്നു ട്രിവാൻഡ്രത്ത്. ഇപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് എനിക്കതൊരു സിറ്റി റൈഡ് എന്ന് കണ്ട പറഞ്ഞിട്ടല്ലേ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞത് കോമൺ ആണ്, ഡബിൾ ഡെക്കർ ആണെങ്കിലും സിംഗിൾ ഡെക്കർ ആണെങ്കിലും ഒക്കെ നല്ല രസമുള്ള ബസ്സുകളാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അത് ഓടിക്കണമെന്ന് തോന്നി. പിന്നെ അതൊരു ചലഞ്ചായിരുന്നു. നമ്മളിവിടുത്തെ പോലെ നമുക്ക് പോയി പെട്ടെന്ന് എഴുതുന്ന നമുക്കൊരാളുടെ ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിളിയായിട്ട് കൂടെ ഒക്കെ പോയിട്ട് ഹെൽപ്പറായിട്ടൊക്കെ നിന്ന് നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാം. പക്ഷെ അവിടെ പറ്റത്തില്ല, അതൊരു പ്രൊഫഷനാണ്. അപ്പോൾ അതിന് ഒരുപാട് ചലഞ്ചസ് ഉണ്ടെന്ന് കണ്ടപ്പം എനിക്കത് ട്രൈ ചെയ്ത് നോക്കാൻ എനിക്കൊരു ഇൻട്രസ്റ്റ്. അപ്പോഴത്തേക്കും വൈഫ് ക്യാരിങ് ആയി. അപ്പോൾ എനിക്കതൊരു സ്വിച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടി. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അവിടെയൊക്കെ ഈ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമുക്ക് ഇങ്ങോട്ട് സാലറി തന്നിട്ട് നമ്മൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം അവർ തരുന്ന സ്റ്റഡി മെറ്റീരിയൽസ് പഠിക്കുക, അവർ തരുന്ന ട്രെയിനിങ് പ്രോപ്പർലി ചെയ്യുക, മര്യാദയ്ക്കായിട്ട് അവർ 3 ചാൻസസ് തരും. 3 ചാൻസസിനുള്ളിൽ നമ്മൾ അത് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതെനിക്ക് കിട്ടിയപ്പോൾ പിന്നെ കുറേ കാലം ബസ് ഡ്രൈവിംഗ് ആയിരുന്നു.